പടക്കം പൊട്ടിച്ച് ഈ സംഘം ഒരിക്കൽ കൂടി ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭീതി വിതച്ച കടുവയെ മയക്കുവെടി വെച്ച് പിടിക്കാനായിരുന്നു വനംവകുപ്പിന്റെ നീക്കം. അരണക്കൽ എസ്റ്റേറ്റിലെ തേയിലച്ചെടികൾക്ക് ഇടയിൽ കിടക്കുകയായിരുന്നതിനാൽ ആദ്യഘട്ടത്തിൽ മയക്കുവെടി വയ്ക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ കടുവയ്ക്ക് സമീപത്തേക്ക് പോകാൻ ദൗത്യസംഘം നിർബന്ധിതരായി. ആദ്യ മയക്കുവെടി പരാജയമായിരുന്നു. രണ്ടാമത്തെ മയക്കുവെടി വിജയം കണ്ടെങ്കിലും വെടികൊണ്ട കടുവ ദൗത്യസംഘത്തിന് നേരെ ചാടി വീണു. മനു എന്ന വനംവകുപ്പ് ജീവനക്കാരന് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. സെക്കൻഡ് ആർട്ട് ചെയ്തു. സെക്കൻഡ് ആർട്ട് സക്സസ്ഫുൾ ആയിരുന്നു. സെക്കൻഡ് ആർട്ട് കടുവയ്ക്ക് കൊണ്ടു. പക്ഷെ അത് കൊണ്ട വഴി കടുവ ചാടി വന്നു. ഡോക്ടറെ നേരെയാണ് ചാടിയത്. ഡോക്ടറെ സൈഡില് മനു എന്ന് പറയുന്ന ഒരു നമ്മുടെ ജീവനക്കാരനുണ്ടായിരുന്നു. ഷീൽഡും എല്ലാം പിടിച്ചിട്ട് ഇവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ ഷീൽഡും ഹെൽമെറ്റും ഉണ്ടായിരുന്നു. പക്ഷെ മനുവിന്റെ ഷീൽഡില് അടിച്ച് ആ ഷീൽഡ് വലിച്ചു കീറി കടുവ രണ്ടാമത്തെ അടി മനുവിന്റെ ഹെൽമെറ്റിലായിരുന്നു. ഹെൽമെറ്റ് കൂടെ ഉണ്ട്. ഹെൽമെറ്റ് പൊട്ടി താഴെ വീണു. മൂന്നാമത്തെ അടി മനുവിന്റെ തലയ്ക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നമുക്ക് ഫയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കടുവ ഡെത്തായിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. ഇന്ന് പുലർച്ചെയും അരണക്കലിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊന്നിരുന്നു. കടുവ പ്രായാധിക്യവും പരിക്കും കാരണം ക്ഷീണിതനായിരുന്നു. പല്ലും നഖവും കൊഴിഞ്ഞു പോയിരുന്നു. മൃഗവേട്ടക്കാരുടെ കെണിയിൽ വീണാണ് കടുവയുടെ കാലിന് പരിക്കേറ്റത്. ഇതിൽ വനംവകുപ്പ് കേസെടുക്കും. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ ചട്ടങ്ങൾ പാലിച്ച് കടുവയുടെ ജഡം നാളെ പോസ്റ്റ്മോർട്ടം ചെയ്യും. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.